Hello students, it's me Joyce Abraham. Welcome to Maths Learning Hub. ഇന്ന് നമ്മൾ CBSE 10th സ്റ്റാൻഡേർഡിലെ മാത്സ് ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. ഇതാണ് 10th ടെക്സ്റ്റ് ബുക്ക്. നിങ്ങളിപ്പോൾ എല്ലാവരും ഇത് വാങ്ങിച്ചു കാണുമായിരിക്കും. ടോട്ടൽ 15 ചാപ്റ്റേഴ്സ് ആണ് ഈ വർഷം നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. കുറേ ചാപ്റ്റേഴ്സ് എല്ലാം 9th തന്നെ കണ്ടിന്യൂഷൻ ആണ്. അതുകൊണ്ട് തന്നെ അത് കുറച്ച് നിങ്ങൾക്ക് ഈസി ആയിരിക്കും. പൊതുവെ 9th കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് 10th പുതിയതെന്ന് പറയാനായിട്ടുള്ളത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അതിൽ മെയിൻ ആയിട്ടുള്ളത് ഒരു ചാപ്റ്ററാണ് ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രി. അത് നിങ്ങൾ പുതിയതായിട്ട് പഠിക്കുന്നതാണ്. സാധാരണ ഉള്ളതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സ്, പ്രോബബിലിറ്റി അതൊക്കെ ഈ വർഷമുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ വർഷത്തെ ഫസ്റ്റ് ചാപ്റ്റർ 1 എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സ് ആണ്. ചാപ്റ്ററിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് റിയൽ നമ്പേഴ്സ് എന്താണെന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആദ്യം ഡിസ്കസ് ചെയ്യാം. റിയൽ നമ്പേഴ്സ് ആർ ദ നമ്പേഴ്സ് വിച്ച് ആർ പ്ലോട്ടഡ് ഓൺ എ നമ്പർ ലൈൻ. അതായത് ഒരു നമ്പർ ലൈനിൽ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ നമ്പേഴ്സിനെയും റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നു. ഇവിടെ ഞാനൊരു നമ്പർ ലൈൻ വരച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് നമ്പേഴ്സ് ഞാൻ മാർക്ക് ചെയ്യാൻ പോവാണ്. 0, 1, 2, 3, 4 എക്സെട്ര. 0യുടെ ലെഫ്റ്റ് സൈഡിലേക്ക് കുറച്ച് നെഗറ്റീവ് നമ്പേഴ്സ് മാർക്ക് ചെയ്യാം. -1, -2, -3, -4 എക്സെട്ര. ഇവിടെ നിങ്ങൾക്കറിയാം ഈ 1, 2, 3, 4 എക്സെട്ര ആ നമ്പേഴ്സിനെയാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ ക്യാപിറ്റൽ N കൊണ്ട് ഡിനോട്ട് ചെയ്യും. എന്ന് പറയുന്നത് 1, 2, 3, 4 എക്സെട്ര നാച്ചുറൽ നമ്പേഴ്സ്. ഹോൾ നമ്പേഴ്സ് നമ്മൾ ക്യാപിറ്റൽ W കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. ഹോൾ നമ്പേഴ്സ് ആർ ദ നമ്പേഴ്സ് ഓഫ് ദ ഫോം 0, 1, 2, 3, 4 എക്സെട്ര. ഇനി ഇവിടെ കുറച്ച് നെഗറ്റീവ് നമ്പേഴ്സ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. -1, -2, -3, -4 എക്സെട്ര. അപ്പോൾ ഇവിടെ ഈ മാർക്ക് ചെയ്തേക്കുന്ന 0, 1, 2, 3, 4 എക്സെട്ര, -1, -2, -3, -4 എക്സെട്ര ഈ നമ്പേഴ്സിനെയാണ് നമ്മൾ കോമൺലി ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത്. അത് ക്യാപിറ്റൽ I എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ് ഇൻറ്റിജേഴ്സിനെ ഡിനോട്ട് ചെയ്യുന്നത്. സോ ഇൻറ്റിജേഴ്സ് ആർ ദ നമ്പേഴ്സ് ഓഫ് ദ ഫോം നെഗറ്റീവ് നമ്പേഴ്സ്, നെഗറ്റീവ് ഇൻറ്റിജേഴ്സ്, 0 ആൻഡ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് 1, 2, 3. നെഗറ്റീവ് ഇൻറ്റിജേഴ്സും പോസിറ്റീവ് ഇൻറ്റിജേഴ്സും 0യും കൂടെ ചെയ്യുന്ന ആ കോമ്പിനേഷനെയാണ് നമ്മൾ കോമൺലി ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഞാൻ ഈ നമ്പർ ലൈനിൽ ഇത്രയും നമ്പേഴ്സാണ് മാർക്ക് ചെയ്തേക്കുന്നത്. ഇനി ഇത്രയും മാത്രമേ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ? അല്ല. ഈ 0, 1 എന്നുള്ള രണ്ട് നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻ ബിറ്റ്വീൻ 0 ആൻഡ് 1 നമുക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് നമ്പേഴ്സ് മാർക്ക് ചെയ്യാൻ പറ്റും. അത് ഞാൻ വേറൊരു നമ്പർ ലൈൻ വരച്ചിട്ട് കുറച്ചും കൂടെ നിങ്ങൾക്ക് വിസിബിൾ ആവുന്ന രീതിയിൽ ഞാൻ വരച്ചിട്ട് കാണിച്ചു തരാം. ഇവിടെ ഞാൻ വേറൊരു നമ്പർ ലൈൻ വരച്ചിട്ട് കുറച്ചും കൂടെ ഡിസ്റ്റൻസ് കൂട്ടി ഇവിടെ ഞാൻ നമ്പേഴ്സ് മാർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ഞാനിവിടെ 0യ്ക്കും 1നും ഇടയ്ക്ക് കുറച്ച് നമ്പേഴ്സ് മാർക്ക് ചെയ്യാം. 0ൻ്റെയും 1ൻ്റെയും കറക്റ്റ് മിഡ് പോയിന്റ് ഞാൻ 1/2 മാർക്ക് ചെയ്തു. 1/2 എന്നുള്ളത് നമ്മൾ ഡെസിമൽ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ 0.5. ഇനി അതുപോലെ തന്നെ 0യ്ക്കും 1നും ഇടയ്ക്കുള്ള വേറൊരു നമ്പറാണ് 1/3. 1/3 അതിൻ്റെ ഡെസിമൽ ഫോം എന്ന് പറയുന്നത് 0.3333 എക്സെട്ര. അല്ലെങ്കിൽ അതിനെ വേറൊരു ഫോമിൽ എഴുതുമ്പോൾ നമ്മൾ 0.3 ബാർ എന്നതിനെ റെപ്രസെൻറ്റ് ചെയ്യും. അല്ലെങ്കിൽ 3/2. 3/2 എന്ന് പറയുന്നത് 1.5 ആണ്. സോ ബിറ്റ്വീൻ 1 ആൻഡ് 2 വരും. അതിൻ്റെ ഡെസിമൽ ഫോം എന്ന് പറയുന്നത് 1.5. അതുപോലെ നമുക്ക് 0യുടെ ലെഫ്റ്റ് സൈഡിലേക്ക് ഇതുപോലുള്ള നെഗറ്റീവ് നമ്പേഴ്സ് മാർക്ക് ചെയ്യാം. -1/2, -3/2 ലൈക്ക് ദാറ്റ്. ഇനി ഇപ്പോൾ ഈ നമ്പേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്താ? ഇതെന്ന് പറയുന്ന ഒരു P/Q ഫോമിലുള്ള നമ്പേഴ്സാണ്. സോ numbers which are of the form P/Q is known as rational numbers. റാഷണൽ നമ്പേഴ്സിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ Q എന്നുള്ള ലെറ്റർ വെച്ചാണ്. സോ ക്യാപിറ്റൽ Q എന്ന് പറയുന്നത് റാഷണൽ നമ്പർ വിച്ച് ആർ ഓഫ് ദ ഫോം P/Q where P and Q are integers but Q not equal to 0. റാഷണൽ നമ്പേഴ്സിൻ്റെ അകത്ത് Pക്കും Qനും ഏത് ഇൻറ്റിജറും എടുക്കാം എക്സെപ്റ്റ് ഡിനോമിനേറ്റർ 0 ആവാൻ പാടില്ല. അപ്പോൾ ഈ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സിനെ നമ്മൾ റാഷണൽ നമ്പർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നതും റാഷണൽ നമ്പറാണ്. കാരണം 1, 1/1 എന്ന് എഴുതാം, 2നെയും 2/1 എന്ന് എഴുതാം. P/Q ഫോമിൽ എഴുതാൻ പറ്റുന്നുണ്ട്. ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആർ റാഷണൽ നമ്പേഴ്സ്.
അതുപോലെ തന്നെ ഹോൾ നമ്പേഴ്സും റാഷണൽ നമ്പറാണ്. 0നെ 0/1 0/2 എന്നൊക്കെ എക്സ്പ്രസ് ചെയ്യാവുന്നതുകൊണ്ട്, അതായത് ഈ നമ്പേഴ്സിനെ എല്ലാം p/q ഫോമിൽ എഴുതാൻ പറ്റുന്നതുകൊണ്ട് ഹോൾ നമ്പേഴ്സും റാഷണൽ നമ്പേഴ്സാണ്. ഇൻറ്റിജേഴ്സും എല്ലാ ഇൻറ്റിജേഴ്സും നമുക്ക് ഈ ഫോമിൽ എഴുതാം, അതുകൊണ്ട് അതും റാഷണൽ നമ്പറാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു റാഷണൽ നമ്പേഴ്സ് ആർ എക്സ്പ്രസ്ഡ് ആസ് ദ ഫോം p/q where q not equal to 0. ഇനി ഇതിനെ തന്നെ നമുക്ക് ഡെസിമൽ എക്സ്പാൻഷൻ ഞാൻ എഴുതിയേക്കുന്നതാണ്. 1/2 എന്നുള്ളതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ ആണ് 0.5. അത് ടെർമിനേറ്റിംഗ് ആണ്, 0.5 കൊണ്ട് അത് എൻഡ് ആയിട്ടുണ്ട്. അതേസമയം 1/3 എടുത്തു കഴിഞ്ഞാൽ അത് 0.333 എന്ന് പറഞ്ഞിട്ട് 3 ഇൻഫിനിറ്റ് ടൈംസ് അത് റിപ്പീറ്റ് ചെയ്യാണ്. അതുകൊണ്ട് അത് ടെർമിനേറ്റിംഗ് അല്ല, ബട്ട് നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് എന്ന് പറയും. അപ്പോൾ ഈ റാഷണൽ നമ്പേഴ്സിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ ഐദർ ടെർമിനേറ്റിംഗ് ഓർ നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ്. ഒന്നല്ലെങ്കിൽ അത് ടെർമിനേറ്റിംഗ് ആയിരിക്കും അതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ, അല്ലെങ്കിൽ നോൺ ടെർമിനേറ്റിംഗ് ആണെങ്കിൽ അങ്ങനെയുള്ള ഡെസിമൽ എക്സ്പാൻഷൻ റിപ്പീറ്റിംഗ് ആയിരിക്കും. അപ്പം റാഷണൽ നമ്പേഴ്സിൻ്റെ രണ്ട് രീതിയിലാണ് ഡെസിമൽ എക്സ്പാൻഷൻ വരുന്നത്, ഐദർ ടെർമിനേറ്റിംഗ് ഓർ നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ്. ഇതൊക്കെ ഓൾറെഡി നിങ്ങൾ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ്, നമ്മളിവിടെ ഒന്ന് റിവൈസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുപോലെ ഞാൻ ഇനി 1.5ൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് വേറൊരു നമ്പർ മാർക്ക് ചെയ്യാൻ പോവാണ്. 1 which is 1.41421356 ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാണ് ആ നമ്പർ. 1.414213562371 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാണ്. ഈ നമ്പറിനെ വേറൊരു രീതിയിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യാറുണ്ട്, √2. √2 എന്ന് പറയുന്നതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷനാണ് ഇപ്പോൾ ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ √3 എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 1.7320508075 ലൈക്ക് ദാറ്റ് അങ്ങനെ പോവാണ്. സോ ഇങ്ങനത്തെ നമ്പേഴ്സിനെ ഒന്നും നമുക്ക് p/q ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ ആയോ? ഇങ്ങനത്തെ നമ്പേഴ്സിനെ ഒന്നും നമുക്ക് p/q ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് നമ്പേഴ്സ് നമുക്ക് നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാറ്റഗറി ഓഫ് നമ്പേഴ്സിന് പറയുന്നതാണ് നമ്മൾ ഇറാഷണൽ നമ്പേഴ്സ്. ഇറാഷണൽ നമ്പേഴ്സ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് t എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ്. Rational numbers are the numbers which cannot be expressed in the form of p/q. p/q ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത നമ്പേഴ്സിനെയാണ് നമ്മൾ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ ആ നമ്പേഴ്സ് നമുക്ക് നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഈ ഇറാഷണൽ നമ്പേഴ്സിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ നോൺ ടെർമിനേറ്റിംഗ് നോൺ റിപ്പീറ്റിംഗ് ആയിരിക്കും. അതായത് ഇത് ടെർമിനേറ്റ് ചെയ്യത്തുമില്ല, ഈ ഡിജിറ്റ്സ് ഡെസിമൽ പ്ലേസ് കഴിഞ്ഞിട്ടുള്ള ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്തിട്ട് ആ ഒരു നേച്ചറോടെ കാണിക്കുകയില്ല. അപ്പം ഡെസിമൽ എക്സ്പാൻഷൻ നോൺ ടെർമിനേറ്റിംഗ് നോൺ റിപ്പീറ്റിംഗ് ആണെങ്കിൽ ആ ടൈപ്പ് ഓഫ് നമ്പേഴ്സിനാണ് നമ്മൾ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ √2, √3, √5, റൂട്ട് ഓഫ് എനി പ്രൈം നമ്പർ. പ്രൈം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാ നമ്പർ? 1ഉം ആ നമ്പറും മാത്രമേ അതിന് ഫാക്ടേഴ്സ് ആയിട്ട് വരുള്ളൂ. ഇപ്പോൾ 7 എടുത്തു കഴിഞ്ഞാൽ 7ൻ്റെ ഫാക്ടേഴ്സ് പറഞ്ഞാൽ 1 and 7. 11 എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫാക്ടേഴ്സ് 1 and 11. അപ്പോൾ അങ്ങനെയുള്ള പ്രൈം നമ്പേഴ്സിൻ്റെയൊക്കെ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ അതെല്ലാം ഇറാഷണൽ നമ്പർ ആയിരിക്കും. ഇത് മാത്രമല്ല, പൈ എന്ന് പറയുന്നത് ഒരു ഇറാഷണൽ നമ്പറാണ്. പൈ എന്ന് പറയുന്നത് നമ്മൾ പ്രോബ്ലം ചെയ്യാൻ നേരത്ത് 3.14 എന്ന് പറഞ്ഞ് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടാണ് പ്രോബ്ലം ചെയ്യാൻ നേരത്ത് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിലും അത് 3.14 എന്നല്ല, അത് പിന്നെയും കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്, അതിൻ്റെ ഡെസിമൽ പ്ലേസസ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ നമ്പേഴ്സ് എല്ലാം ഇറാഷണൽ നമ്പേഴ്സ് എന്നുള്ള കാറ്റഗറിയിൽ വരും. അപ്പോൾ ഇവിടെ √2, √3 എന്ന് പറയുന്ന നമ്പേഴ്സ് നമ്മൾ 0യുടെ റൈറ്റ് സൈഡിലേക്ക് മാർക്ക് ചെയ്യും. അതുപോലെ -√2, -√3 എന്നൊക്കെ പറയുന്നത് നമുക്ക് 0യുടെ നെഗറ്റീവ് നമ്പർ ആയതുകൊണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് മാർക്ക് ചെയ്യാം. റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റാഷണൽസും ഇറാഷണൽസിൻ്റെയും കൂടെ കോമ്പിനേഷനെയാണ് നമ്മൾ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. റിയൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോഴേക്കും റാഷണൽസും ഇറാഷണൽസും കൂടെ ചേരുന്നത്. കാരണം ഈ ബാക്കിയുള്ള നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്ന നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിലും ഹോൾ നമ്പേഴ്സ് ആണെങ്കിലും ഇൻറ്റജേഴ്സ് ആണെങ്കിലും അത് ഇറാഷണൽ നമ്പേഴ്സിൻ്റെ അകത്ത് വരുന്നുണ്ട്. സോ നമുക്കൊരു നമ്പർ ലൈനിൽ ഡിഫൈൻ ചെയ്യുമ്പോഴേക്കും റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിച്ച് ഇസ് എ കോമ്പിനേഷൻ ഓഫ് റാഷണൽസ് ആൻഡ് ഇറാഷണൽസ്. ഇത് റാഷണൽസും ഇറാഷണൽസും കൂടെ ചേരുമ്പോഴാണ് അതിനെ നമ്മൾ ടോട്ടൽ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓരോന്നും ഇപ്പോൾ റൂട്ട് റിയൽ നമ്പർ ആണോ എന്ന് ചോദിച്ചാൽ റൂട്ട് റിയൽ നമ്പറാണ്. ഇത് ഏത് നമ്പർ എടുത്ത് ചോദിച്ചു കഴിഞ്ഞാലും അതെല്ലാം റിയൽ നമ്പേഴ്സാണ്. അതിനെല്ലാം സെപ്പറേറ്റ് ഓരോ കാറ്റഗറൈസ് ചെയ്ത് എഴുതിയിരിക്കുന്നതാണ് സെറ്റ് ഓഫ് നമ്പേഴ്സാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഇനി ഇതിലൊന്നും പെടാത്ത വേറൊരു നമ്പറുണ്ട്. അതായത് ഇപ്പം നമ്മൾ √2 ഞാനിവിടെ മാർക്ക് ചെയ്തു, -√2 പറഞ്ഞു 0യുടെ ലെഫ്റ്റ് സൈഡിൽ വരുമെന്ന്. √2 ആൻഡ് വാട്ട് ഈസ് √4, √7. ഈ നമ്പേഴ്സൊക്കെ നമുക്ക് നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം ഇതൊന്നും റിയൽ നമ്പേഴ്സ് അല്ല, ഇതൊക്കെ ഇമാജിനറി നമ്പേഴ്സാണ്, അല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നതിന്. കോംപ്ലക്സ് നമ്പേഴ്സ് ഇവിടെ ഇത് നമുക്ക് നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യാൻ പറ്റില്ല. സോ ഇതൊന്നും റിയൽ നമ്പേഴ്സും അല്ല. ഈ കോംപ്ലക്സ് നമ്പേഴ്സ് എന്നുള്ളൊരു ചാപ്റ്റർ തന്നെ നിങ്ങൾ 11th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നുണ്ട്. അവിടെ നമ്മളതിൻ്റെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ ഇങ്ങനത്തെ നമ്പേഴ്സ് റിയൽ നമ്പർ അല്ല എന്നുള്ളത് മാത്രമേ പുറത്തിരിക്കുക.